നമസ്കാരം. നമസ്കാരം. ഭാരതമാതാ കോളേജ് മലയാള വിഭാഗത്തിൻ്റെ എഴുത്തുകാരോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള PF മാത്യു സാറാണ്. സാറിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ ഈ എഴുത്തിൻ്റെ ലോകം ചിന്തിക്കുമ്പോൾ എത്രയോ വ്യത്യസ്തരായ എഴുത്തുകാർ, എത്രയോ അഭിരുചികൾ, എത്രയോ ഭിന്ന ഭിന്നങ്ങളായ എഴുത്ത് രീതികളൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ എഴുത്തുകാരനെയും രൂപപ്പെടുത്തിയത് അവരുടെ സാഹചര്യങ്ങളാണെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. സാറിനെ എഴുത്തുകാരനാക്കിയത് എന്താണ്? സത്യത്തിൽ അത് എനിക്കും തിരിച്ചറിയാൻ പ്രയാസമുള്ളൊരു കാര്യമാണത്. കാരണം എഴുത്തുകാരൻ പോയിട്ട് ഒരു വായന പോലും ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ അക്ഷരവിരോധം എന്ന് പറയാൻ പറ്റില്ല. പൊതുവെ പഴയ ക്രിസ്ത്യൻ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ. ബൈബിളുണ്ട്, പാഠപുസ്തകങ്ങളുണ്ട്, പിന്നെ എന്ത് വായന എന്നുള്ളൊരവസ്ഥ. ആ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. എന്നാൽ പോലും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ക്ഷണമുണ്ട്, അയാളുടെ ഒരു വഴി തുറന്നു കിട്ടുന്നുണ്ട്. അങ്ങനെ എൻ്റെ വഴിയിലേക്ക് ചെറിയൊരു വെളിച്ചം തെളിയിച്ചത് ആരാണ്? അങ്ങനെ തെളിയിക്കാൻ ഒരാളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ സ്വയം തെളിഞ്ഞു വന്നു, തിരിച്ചറിഞ്ഞു, നടന്നു. അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ CJ തോമസിൻ്റെ 1128 ക്രൈം 27 എന്ന് പറയുന്നൊരു നാടകമുണ്ട്. ആ നാടകത്തിൽ CJ ഗുരു എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ട് പറയുന്നുണ്ട്, മരണം ഒരു ഫലിതമാണ്, പ്രത്യേകിച്ചും അവനവൻ്റെ മരണം എന്ന് പറയട്ടെ. മരണത്തെ ഫലിതമായി കാണാനും മരണത്തെ മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കാനും PF മാത്യൂസിലെ എഴുത്തുകാരൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ മരണമില്ലെങ്കിൽ ജീവിതം എന്ത് വിരസമാണത്. മരണമാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ എപ്പോഴും ഒരു ക്യാമറ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ നിന്നല്ല, എൻഡിൽ നിന്ന് ക്യാമറ ഫിക്സ് ചെയ്യുള്ളൂ. ഇവിടെ നിന്നുള്ളൊരു ദൂര കാഴ്ചയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയാൾ എന്തായിരുന്നു എന്ന് നമുക്ക് മുഴുവനായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്തായിരുന്നു അയാൾ എന്നുള്ളത്. ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരാളുടെ കഥ പറയാം, അയാളുടെ ജീവിതം പറയാം, പക്ഷെ അത് പൂർണ്ണമാകില്ല. അപ്പോൾ ഒരു മരണമാണ് ഒരു ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുന്നതും പൂർണ്ണത ഉണ്ടാക്കുന്നതും. ആ ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കാം എൻ്റെ എഴുത്തുകൾ മുഴുവൻ മരണത്തെ കേന്ദ്രീകരിച്ചായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എഴുത്തിൻ്റെ കാര്യം നമുക്ക് ഇന്നതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഒരു പരിധി വരെ സംഭവിക്കുന്നതുമാണല്ലോ എഴുത്ത്. നമ്മുടെ ഈ മിത്തുകളൊക്കെ പലപ്പോഴും മിത്തുകളെ നമ്മൾ കഥാപരിസരമാക്കി മാറ്റാറുണ്ട്. അപ്പോൾ ഈ കാപ്പിരി മുത്തപ്പൻ ഒരു പ്രചോദന കേന്ദ്രമായിട്ട് വരാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഈ അടിയാളപ്രേതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രചോദന കേന്ദ്രമായിട്ട് കാപ്പിരി മുത്തപ്പനാണ് വന്നിട്ടുള്ളത് എന്ന് സാർ പല സ്ഥലത്തും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എഴുത്തിലും അത്തരത്തിൽ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രചോദന കേന്ദ്രമായിട്ട് വരാനുള്ള കാരണം എന്താണ്? അതിന് കാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന അവരുടെ ബാല്യമാണല്ലോ. അപ്പോൾ എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ട കഥകൾ കാപ്പിരി മുത്തപ്പൻ്റെ കഥകളാണ്. അതായത് എടവനക്കാട്, വൈപ്പിൻകരയിലെ എടവനക്കാട് എൻ്റെ അമ്മുമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അവർ നന്നായിട്ട് കഥ പറയാൻ കഴിവുള്ള ഒരാളാണ്. ഈ കഥ പറയാൻ കഴിവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എല്ലാ അമ്മുമ്മമാരും കഥ പറയും, പക്ഷേ എല്ലാവർക്കും കഥയായിട്ട് പറയാൻ അറിയില്ല. അവർ പറഞ്ഞു വരുമ്പോൾ കഥയല്ലാതായി മാറും. ഈ അമ്മുമ്മയ്ക്ക് കഥ കൃത്യമായിട്ട് പറയാനറിയാം. അവരാണ് എനിക്ക് കാപ്പിരി മുത്തപ്പൻ്റെ കഥ പറഞ്ഞു തന്നത്. ഇത് ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ചത് പിന്നീട് നമ്മുടെ പഠനത്തിനിടയിലും മനനത്തിനിടയിലും ഒക്കെയാണ്. അപ്പോൾ ഈ കാപ്പിരി മുത്തപ്പൻ്റെ കഥ ഇപ്പോൾ എഴുത്തിലൂടെയൊക്കെ വന്നത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്വാംശീകരണം തന്നെയാണ് എൻ്റെ എഴുത്തിലും വന്നിരിക്കുന്നത്. അന്ന് കേട്ട കഥകളാണ് പിന്നീട് മറ്റെന്തൊക്കെയോ ആയി മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൊച്ചിയുടെ തീരദേശം പലപ്പോഴും പല കഥകളിലും പ്രമേയമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ കഥകളിലൊക്കെ നമുക്കത് കാണാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരദേശത്തെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം ഈമായവ് എന്ന് പറയുന്ന തിരക്കഥയുടെ എഴുത്തിൽ അത് അങ്ങനെ ഒരു സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് വരാതെ കഥകളിലും അങ്ങനെ ഒരു സാന്നിധ്യം അറിയിക്കാറുണ്ട്. അതായത് ഇപ്പം ജീവിച്ചു വളർന്ന, അതായത് ബാല്യം ചെലവഴിച്ച കൊച്ചിയുടെ ജീവിതം ഏതെങ്കിലും തരത്തിൽ എഴുത്തിലേക്ക്, പക്ഷെ ഏതെങ്കിലും എഴുതുമ്പോൾ ഒരു സാഹിത്യ സൃഷ്ടി എഴുതുന്ന സന്ദർഭത്തിൽ ആ ഒരു ഭൂമികയായിട്ട് ഇതിനെ രൂപപ്പെടുത്താൻ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ടോ? അതോ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണോ അങ്ങനെ? അല്ല, ഇത് സംഭവിച്ചതാണത്. അത് കാരണം നമ്മളുടെ വായന ഒന്ന് ആലോചിച്ച് നോക്കും. മലയാള സാഹിത്യത്തിൽ ഒരു കാലത്ത് തറവാട്ട് നോവലുകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അതും സവർണ തറവാട്ട് കഥകളായിരുന്നത്. നമ്മുടെ ഇന്ദുലേഖ തന്നെ നോക്കുക. ആ ഇന്ദുലേഖ മുതൽ അത് ഇങ്ങനെ പരിഷ്കാരം
സമൂഹത്തിൽ പരിഷ്കാരം സംഭവിക്കുക, അത് സവർണ്ണ സമൂഹങ്ങളിൽ. ഇന്ദുലേഖയിൽ നമുക്ക് ഒരു മുസ്ലിം കഥാപാത്രത്തെ കാണാൻ കിട്ടില്ല, കഴിയില്ല. പിന്നെ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ കഥാപാത്രത്തെ കാണാൻ കിട്ടില്ല. പിന്നെ അല്ലേ അവർണ്ണ ക്രിസ്ത്യാനി, ഒരിക്കലുമില്ല. അപ്പോൾ ഈ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, സാഹിത്യം മാത്രമല്ല സിനിമയിലും, അതായത് ഒരു ക്രിസ്ത്യൻ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമ്പന്ന സവർണ ക്രിസ്ത്യാനി കുടുംബമാണ്. ഒരിക്കലും ഒരു തീരദേശത്ത് ജീവിക്കുന്ന ഒരു കുടുംബം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലോ എഴുത്തിലോ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു മാറ്റം വരണം എന്ന് എനിക്ക് തോന്നിയത്. ആകെക്കൂടെ കൊച്ചിയിൽ നിന്ന് എഴുതിയതിൽ പോഞ്ഞിക്കര റാഫി മാത്രമാണ് അതുവരെ ലത്തീൻ ക്രിസ്ത്യാനികളെക്കുറിച്ച് കഥകൾ എഴുതിയത്, തീരദേശത്ത് ജീവിക്കുന്നവരെക്കുറിച്ച് കഥകൾ എഴുതിയത്. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പോഞ്ഞിക്കര റാഫി തന്നെയാണ് എൻ്റെ പ്രചോദനം. അത് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയത് ഞാനാണ്. പിന്നീടാണ് പലരും എഴുതാൻ തുടങ്ങിയത്. പിന്നെ ഈ NS മാധവൻ എഴുതി, ജോണി മിറാൻഡ് എഴുതി, ജോർജ് ജോസഫ് എഴുതി, അങ്ങനെ പലരും എഴുതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു പരിധിവരെ ഇൻറ്റൻഷനലാണെന്ന് പറയാം. കാരണം നമ്മുടെ ജീവിതം അവർണ്ണമാണ്, എന്നാൽ നമ്മളതൊട്ട് സമ്മതിക്കില്ല. സവർണരോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് തുറന്ന് പുറത്തേക്കിടണം, കാണിച്ചു കൊടുക്കണം. ഈ ജീവിതവും നല്ല ജീവിതം തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ തന്നെ ഒരു ഉദ്ദേശം ഉള്ളിലുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പിന്നെ എഴുത്തൊരു പക്ഷേ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 7 വയസ്സിലൊക്കെ തന്നെ എഴുതാനുള്ള പ്രേരണകൾ ആരംഭിച്ചു എന്നാണ് ഞാൻ. ചെറിയ പ്രായത്തിൽ തന്നെ എഴുതാനുള്ള പ്രേരണകൾ ആരംഭിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തുടങ്ങിയോ അതോ? അങ്ങനെയല്ല, ഞാനൊരു 6-7 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം എഴുതി. അതായിരുന്നു എൻ്റെ തുടക്കം. നാടകം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ഓരോ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന നാടകങ്ങൾ പകർത്തി എഴുത്തായിരുന്നു. അത് കണ്ട് കോപ്പി അടിച്ച് അതുപോലെ ഒരെണ്ണം, പക്ഷേ അപ്പോഴും അതിൽ എൻ്റേതായ എന്തോ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് എഴുത്ത് തുടങ്ങുന്നത്. പിന്നീട് ഇപ്പോഴും ഒരിക്കലും നാടകത്തിനോട് എനിക്കൊരു താല്പര്യം തോന്നിയിട്ടില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ പിന്നെ ഇപ്പം ചാവുനിലം ദീർഘകാലം ഈ പറഞ്ഞ കണക്ക് പിന്നെ രണ്ടാമതൊരു പതിപ്പ് പോലും ഇല്ലാതെ വായനക്കാരാൽ ആദ്യകാലത്ത് വലിയ നിലയിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്നു എന്ന് സാറ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീട് ഈമായൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ സാറിൻ്റെ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിൽ അത് വളരെ ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ ഒരു വായനയുടെ ഒരു ലോകം ആ കൃതിക്ക് തന്നെ തുറന്നു കിട്ടുകയും ചെയ്തു. സത്യത്തിൽ ആദ്യകാലത്ത് തന്നെ അതിന് കുറച്ചുകൂടി ഒരു വായന പ്രീതി കിട്ടേണ്ടിയിരുന്ന ഒരു കൃതിയല്ലേ? അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും എഴുതുന്നവരെല്ലാവരും വിചാരിക്കുക അവരുടെ കൃതി ഈ കുറച്ചുകൂടി പ്രീതി വായനക്കാരെ കിട്ടണം. ജനപ്രീതി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, വായനക്കാരെ കിട്ടണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. 96-ലാണ് അത് നോവൽ പുസ്തകമായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ അത് ഒറ്റ പതിപ്പോടുകൂടി അവസാനിച്ചു പോയത്. പിന്നീട് ഒരു പതിപ്പുണ്ടാവില്ലെന്നും പ്രസാധകർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിഷമത്തിലായിപ്പോയി. അപ്പോൾ എഴുത്ത് ജീവിതം ഏതാണ്ട് അവസാനിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത വരെ എനിക്കുണ്ടായി. അപ്പോൾ വായനക്കാരില്ലാത്തൊരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു അർത്ഥവുമില്ല. വായനക്കാർ കൂടി ചേരുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ പൂർത്തിയാകുന്നതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോഴാണ് 2010 എനിക്ക് കുട്ടീസ് റാങ്കിന് നാഷണൽ അവാർഡ് കിട്ടുന്നത് തിരക്കഥയ്ക്ക്. അങ്ങനെയാണ് ചാവുനിലത്തിന് ഒരു 2ാം പതിപ്പുണ്ടാകുന്നത്. പക്ഷെ അതിനുശേഷം എനിക്ക് വായനക്കാരെ കിട്ടി എന്നുള്ളതാണ്. അത് എൻ്റെ തലമുറയിൽ നിന്നല്ല കിട്ടിയത്, പുതിയ തലമുറയിൽ നിന്നാണ് കിട്ടിയത്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ നന്നായിട്ട് അതിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. പുതിയ തലമുറ വായനക്കാരും എഴുത്തുകാരും ഈ നോവൽ വായിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഇതൊക്കെ ഞാൻ കുറച്ച് വൈകിയാണ്. ഒരുപക്ഷെ ഇപ്പോൾ PV ഷാജികുമാറൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കാലത്തിന് മുമ്പേ എഴുതിയത് കൊണ്ടാണോ അങ്ങനെ ചാവുനിലം കുറച്ച് കാലം മുമ്പേ, എന്ന് വെച്ചാൽ ഇന്നത്തെ എഴുത്തിൻ്റെ പുതിയ തലമുറക്ക് ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള എഴുത്ത് കുറച്ച് കാലം മുമ്പ് എഴുതിയത് കൊണ്ടാണോ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ഞാൻ പറയില്ല. അത് കാരണം നമ്മളൊരു സാഹിത്യം ശ്രദ്ധിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് വളരെ എല്ലാവർക്കും എളുപ്പത്തിൽ ചവച്ചരിച്ച് കഴിക്കാവുന്ന തരത്തിലുള്ള മുഖ്യധാരാ സാഹിത്യമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല, ഞാൻ എൻ്റെ എഴുത്താണ് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു നിരൂപകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടെടുക്കുകയും പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തതിനെ. പക്ഷേ അന്നത്തെ കാലത്തുള്ള നിരൂപകർ ചെയ്തിരുന്ന പ്രധാന പരിപാടി വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെക്കുറിച്ച് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരൊരിക്കലും സൂസൻ സൊന്റാഗിനെ പോലെയൊന്നും ഒരു പുതിയ എഴുത്തുകാരനെ കണ്ടെത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അവർ എപ്പോഴും പഴയ ആളുകളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഈ നിരൂപകരുടെ ശ്രദ്ധ പതിഞ്ഞില്ല. എന്നിൽ മാത്രമല്ല,
അതുപോലെ ശ്രദ്ധ പതിയാത്തവർ ധാരാളം പേരുണ്ട്. തോമസ് ജോസഫ് ഒരാളാണ്, അത്തരത്തിലുള്ള ഒരാളാണ്. അതുപോലെ സി അയ്യപ്പൻ അത്തരത്തിലുള്ള ഒരാളാണ്. ടി ആർ അത്തരത്തിലുള്ള ഒരാളാണ്. ടി ആറൊക്കെ സീനിയർ എഴുത്തുകാരാണ്. അപ്പോൾ നിരൂപകർ ഇവരൊന്നും ശ്രദ്ധിച്ചില്ല. ഈ ജോർജ് ജോസഫ് കെ പോലും അടുത്ത കാലത്താണ് ശ്രദ്ധിച്ചത്. തീർച്ചയായിട്ടും ജോർജ് ജോസഫ് കെയുടെ ഒരു സമ്പൂർണ്ണ സമാഹാരം ഇറങ്ങുന്നത് തന്നെ ഇപ്പോഴാണ്, നേരത്തെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യകാലത്ത് കുറച്ച് പ്രശസ്തിയൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം തുടർന്ന് എഴുതാനായിട്ട് കൂട്ടാക്കിയില്ല. കുറച്ച് അലസതയിൽ കുറച്ച് കാലം പിന്നിട്ടു. അതിൻ്റെ ഒരു കുഴപ്പമാണ്. അതല്ലെങ്കിൽ ജോർജ് ജോസഫ് ഇതിൽ കൂടുതൽ പ്രശസ്തനാവേണ്ട ഒരാളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. സിനിമയിലേക്കുള്ള വഴി എങ്ങനെയാണ്? ഇപ്പം കഥാകൃത്തായി, നോവലിസ്റ്റായി, പക്ഷെ സിനിമയിലേക്കുള്ള വഴി എങ്ങനെയാണ് തുറന്നത്? സിനിമയിലെ എനിക്ക് യഥാർത്ഥത്തിൽ ഈ സിനിമ എന്ന മാധ്യമത്തോട് എനിക്ക് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ജൂഡ് അട്ടിപ്പേറ്റി. ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്കൊക്കെ പോയിരുന്നത്. ക്ലാസ് കെട്ടിയതൊക്കെ സിനിമയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സിനിമ ചെയ്യാൻ തീരുമാനം. എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് ഞാൻ എഴുതാം, ജൂഡ് സംവിധാനം ചെയ്യും എന്നൊക്കെ ഒരു ധാരണ അന്നേ ആയി പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. അത് ഫിലിമിൽ ഷൂട്ട് ചെയ്യാനായിട്ട് കീപ് ദ സിറ്റി ക്ലീൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. അതിൻ്റെ തിരക്കഥയാണ് എഴുതിയത്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അത് പക്ഷേ തിയേറ്ററുകളിലൊന്നും പ്രദർശിപ്പിക്കാനൊന്നും സാധിച്ചില്ല. 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. ഡോക്യുമെൻ്ററി എന്നും പറയാൻ പറ്റില്ല, അതൊരു എഡ്യൂക്കേഷണൽ മൂവിയായിരുന്നു അത്. പക്ഷേ അതങ്ങനെ അവസാനിച്ചു. അത് പിന്നീട് ഞങ്ങളെ ഈ ബന്ധം തുടർന്നു. അത് സിനിമയാണ് ഞങ്ങളെ ആ ബന്ധം തുടരാനുള്ള കാരണമായത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ദൂരദർശൻ വന്ന ആ സമയത്ത് 90കളിൽ, അപ്പോൾ 90കളിൽ 89 കാലത്ത് ദൂരദർശനിൽ സീരിയൽ എന്നൊരു കലാപരിപാടി നടക്കുന്നുണ്ടെന്നറിഞ്ഞു. ഒരു സീരിയൽ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. 13 എപ്പിസോഡുള്ള സീരിയൽ ചെയ്യണം. അങ്ങനെ അതിനുള്ള വിഷയം അന്വേഷിച്ചാണ് PR ശ്യാമളയുടെ ഒരു നോവൽ കണ്ടെത്തുന്നത്. ശരറാന്തൽ. ഈ ശരറാന്തൽ പിടിച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് തിരക്കഥ എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കളരി അതാണ്. പഠന കളരി അവിടെ നിന്നാണ്. ചെയ്താണ് പഠിച്ചത്. ചെയ്ത് തെറ്റിക്കുക, പഠിക്കുക, അതായിരുന്നു ഞങ്ങളുടെ. ശരിക്കും ഈ മിഖായലിൻ്റെ സന്തതികൾ ഒരു ബ്രേക്ക് ആയിരുന്നല്ലോ, ജീവിതത്തിൽ തന്നെ ഒരു ബ്രേക്ക് ആയിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഒരു വഴിത്തിരിവായിരുന്നല്ലോ. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതെ. അതായത് ഈ മിഖായലിൻ്റെ സന്തതികൾ ഞങ്ങളത് ചെയ്യാൻ കാര്യം, ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ദൂരദർശനിൽ തന്നെ ഓഫർ ചെയ്തതാണത്. അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനൊരു പ്രോജക്റ്റ് നിങ്ങൾ തന്നാൽ നല്ലതായിരിക്കും. ഒരു തമിഴ് പ്രോജക്റ്റിൻ്റെ ബദലായിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ആ സ്ലോട്ടിൽ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനപ്പോഴും ആലോചിച്ചത്, ചാവുനില എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ ചാവുനിലം എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കൊച്ചിയിലെ സംസാര ഭാഷ ഒരിക്കലും നിങ്ങൾക്ക് ഈ വിഷ്വൽ മീഡിയത്തിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതിനൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് കൊച്ചി ഈ സംസാര ഭാഷയിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുകൂടാ, കൊച്ചിക്കാരെ കൊണ്ടുവന്നുകൂടാ, കൊച്ചിയിലെ ലത്തീൻ ക്രിസ്ത്യാനികളെ, തീരദേശത്തുള്ള മനുഷ്യരുടെ ജീവിതം എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ മിഖായലിൻ്റെ സന്തതികൾ വരുന്നത്. പക്ഷേ അതിൻ്റെ കഥ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദസ്തയേവ്സ്കിയാണ് ഉണ്ടായിരുന്നത്. ദസ്തയേവ്സ്കിയുടെ ബ്രദേഴ്സ് കരമസോവ്. അതിൻ്റെ ഒരു പ്രചോദനം, അതിൻ്റെ ഈ മൂലകഥയിൽ നിന്നുള്ളൊരു പ്രചോദനത്തിൽ നിന്നാണ് മിഖായലിൻ്റെ സന്തതികൾ എഴുതുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കാഴ്ചാശീലത്തിനും ഞങ്ങളുടെ ഈ വർക്ക് എക്സ്പീരിയൻസിനും വലിയൊരു മുതൽക്കൂട്ട്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ അതൊരു ഇതിഹാസമായി തീർന്നു. ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച, വളരെ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപക്ഷെ പിന്നീട് ബിജു മേനോനൊക്കെ സിനിമയിലേക്ക് വഴി തുറന്ന തീർച്ചയായിട്ടും ബിജു മേനോൻ വരുന്നത് അതിലാണ്. ആദ്യമായിട്ട് തിരശ്ശീല കാണുന്നത് പരമ്പരയിലൂടെ. ഈ മിഖായലിന്റെ സന്തതികളിൽ നിന്ന് തുടർച്ച എന്നുള്ള നിലയിലാണ് പുത്രൻ സിനിമ സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലേ? അതെ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ പുത്രൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു സീരിയലിൻ്റെ തുടർച്ച സിനിമയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു നമ്മുടെ അപക്വമായ തിരിച്ചറിവ് കൊണ്ടുണ്ടായതാണ്, തിരിച്ചറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ പടം വിജയിച്ചില്ല, അത് പരാജയപ്പെട്ടൊരു സിനിമയാണ്. പിന്നെയാണ് കുട്ടിസ്രാങ്കിലേക്ക്, അല്ലേ? കുട്ടിസ്രാങ്കിലേക്ക് എത്തുന്നത്. അതെ, കുട്ടിസ്രാങ്കിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഷാജി എൻ കരുൺ ഒരിക്കൽ വിളിച്ചിട്ട് ഒരു സിംഗിൾ ലൈനിലുള്ള ഒരു കഥ, ഒരു രൂപരേഖ പറഞ്ഞു. കുട്ടിസ്രാങ്ക് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അയാൾക്ക് 3 ദേശങ്ങളുമായിട്ട് ബന്ധം, 3 സ്ത്രീകളുമായിട്ട് ബന്ധം, 3 കാലാവസ്ഥകൾ. ഇത്രയും ഒരു വിഷ്വൽ വരണം. വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചാൽ, എനിക്ക് ആ സിനിമയിൽ എൻ്റെ മനസ്സിനെ ഇപ്പോഴും വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ഭയങ്കരമായിട്ട് എനിക്ക് വല്ലാതെ ഒരു അഭിനിവേശം തോന്നുകയും ചെയ്ത ഒരു സന്ദർഭം ആ സിനിമയിൽ ഈ കൊച്ചി
ഈ ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ചും ചവിട്ടുനാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ അത്തരം ഒരു, ഇപ്പോൾ റോൾഡോൻ്റെ കഥാപാത്രത്തെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള സംഘർഷങ്ങളും ഈ പെൺമേനയുടെ ഈ ഈ നായക കഥാപാത്രത്തോടുള്ള പ്രണയവും അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അത് ഒരുപക്ഷെ എഴുത്തുകാരൻ്റെ ഒരു കൊച്ചി ഡോമിനൻസ് കൊണ്ട് സംഭവിച്ചതാണോ? സംശയമില്ല, അതങ്ങനെ തന്നെ സംഭവിച്ചതാണ്. അതായത് എനിക്ക് എൻ്റെ ഉള്ളിൽ ബാക്കി കിടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട്. അത് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് തീർച്ചയായിട്ടും ഷാജിൻ കരുണിന് സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണല്ലോ നിങ്ങൾ വിളിച്ചതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് അത്രയും മിഴിവുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബൗദ്ധ പാരമ്പര്യത്തെ ആ സിനിമയിൽ സ്വീകരിക്കുമ്പോൾ അത് ഇപ്പം നോൺ വയലൻസ് എന്നൊക്കെയുള്ളൊരു സങ്കല്പം വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വയലൻസിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ വയലൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു പ്രതി കഥാപാത്രമായി നിർമ്മിച്ചുകൊണ്ടാണല്ലോ അത്തരം ഒരു സംഭവം നടക്കുന്നത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? അത് യഥാർത്ഥത്തിൽ ഷാജിൻ കരുണിൻ്റെ തന്നെ ഒരു കോൺട്രിബ്യൂഷനാണത്. അത് ഞാൻ ആദ്യം എഴുതിയ ഡ്രാഫ്റ്റിൽ ആ രീതിയിലായിരുന്നില്ല അതെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം അത് റിവൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റൊരാളുടെ കൂടി സഹായത്തിൽ ആ ഭാഗം അദ്ദേഹം റിവൈസ് ചെയ്തിട്ടാണ് അതൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ സാധിക്കില്ല. ലിജോ ഇങ്ങോട്ട് തേടി വരികയായിരുന്നല്ലേ? അതെ, ലിജോ ജോസ് പല്ലിശ്ശേരി PF മാത്യു സാറിനെ തേടി വരികയായിരുന്നു. അതെ 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 അതായത് ആമയൻ കഴിഞ്ഞിട്ട് നമുക്ക് തുടർച്ചയുള്ള 2 സിനിമകൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ അദ്ദേഹം ഒരു കഥ പോലെ ഒരു കഥ തന്നെ പറയുകയും ചെയ്തു. അത് ഇടുക്കി കട്ടപ്പന ആ ഭാഗത്തുള്ള ഒരു കഞ്ചാവ് വേട്ടയും ഒക്കെ ബന്ധപ്പെടുത്തിയൊരു കഥയായിരുന്നു. അതിനിടയിലാണ് ഈ പൃഥ്വിരാജുമായിട്ട് ലിജോ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത്. അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നീട് ആൻറ്റി ക്രൈസ്റ്റിന് വേണ്ടി ഞങ്ങൾ കുറേ കാലം ഇരുന്നു. അത് വർക്കാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഈമായവ് എന്ന വിഷയത്തിലേക്ക് എത്തിയത്. അത് എത്താനൊരു കാരണമുണ്ട്. അദ്ദേഹം ചാവുനിലം വായിക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ ആ ചാവുനിലത്തിൻ്റെ സംസ്കൃതിയുള്ള ഒരു സിനിമ നമുക്ക് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നത്, ഈമായവിലേക്ക് കടക്കുന്നത്. ആ സിനിമ അവശേഷിപ്പിക്കുന്ന കുറേയേറെ ചിന്തകൾ, അത് ഉണ്ടാക്കുന്ന വല്ലാത്ത ഒരു പ്രേക്ഷകന് തിയേറ്റർ വിട്ട് വെറുതെ അങ്ങ് കടന്നു പോകാൻ കഴിയാത്ത നിലയിൽ പ്രേക്ഷകനെ വല്ലാതെ ചിന്തയിലേക്ക് ആടുന്ന ഒരുപാട് ദൃശ്യങ്ങളുള്ളൊരു സിനിമയാണത്. അവിടെ പൗരോഹിത്യം, മതം, എന്തിന് ഈ തീരദേശത്തിൻ്റെ പരിസരം, മനുഷ്യ ജീവിതത്തിൽ മനുഷ്യരുടെ തന്നെ സ്വഭാവ വൈവിധ്യങ്ങൾ, ഒരേ സമയം ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കുമ്പോഴും അപ്പുറത്തെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇത്തരം സന്ത്രാസങ്ങളെയൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ഇതൊക്കെ എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു കൈയടക്കം അതെങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തത്? അത് കൈയടക്കം എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മളൊരു നോവലാണ് എഴുതുന്നതെങ്കിൽ അത് എഴുതി അതിലേക്ക് എത്തുകയാണെന്ന് പറയാം. പക്ഷേ ഇത് നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ നമ്മളുടെ ഒപ്പം ഒരു സംവിധായകനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയായിട്ടുള്ള ബന്ധം എന്നുള്ളൊരാശയം ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ പക്ഷേ അത് എനിക്ക് കൃത്യമായിട്ട് അത് എൻ്റെ മനസ്സിൽ ആ കഥ ശരിക്കും രൂപപ്പെട്ടു വന്നു. കാരണം ഞാൻ എഴുതിയ ഒരു കഥയുണ്ടായിരുന്നു. ആ കഥയിലെ കുറേ അംശങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ക്ലൈമാക്സും എൻഡും ഒക്കെ രൂപപ്പെട്ടത് ആ കഥയിൽ നിന്നാണ്. അതായത് ഒരാൾ മരിച്ചിട്ട് അയാളുടെ മരണം സംശയാസ്പദമാണെന്ന് ആ പള്ളിയിലെ വികാരി തിരിച്ചറിയുന്നതും അത് ഈ പള്ളിയിൽ സംസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതുമായിട്ട് വലിയ സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിൽ നിന്ന് ആ ബോഡി മരിച്ചയാളുടെ മകനെടുത്ത് വീട്ടുമുറ്റത്ത് സംസ്കരിക്കുന്നു. ആ കഥയിൽ നിന്നാണ് ആ ഏരിയകൾ മുഴുവനും നമ്മൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ചാവുനിലത്തിൽ പേര് വന്നൊരു കഥാപാത്രത്തിൻ്റെ മരണമുണ്ട്. കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലുള്ള ഒരു മരണമാണത്. ഇതെല്ലാം ഇത്തരം എലമെന്റ്. പിന്നെ കണ്ണോക്ക് കടന്നു വരുന്നു. കണ്ണോക്ക്, അതാണ് ആ കഥ. കണ്ണോക്കായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥ. കണ്ണോക്കാണ്. അത്തരം സ്വാധീനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് അങ്ങനെ ഒരു അവിടെ സംവിധായകൻ്റെ ഒരു പിന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് അത്? എഴുത്തിൻ്റെ മുകളിലേക്ക് പോയോ അതോ എഴുത്തിനെ അദ്ദേഹം പ്രകാശിപ്പിച്ചു, അല്ലെങ്കിൽ എഴുത്തിനെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ? അല്ല, എഴുത്തിനെ അദ്ദേഹം എൻഹാൻസ് ചെയ്തു. അത് ശരിക്കും ഗംഭീരമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും എഴുത്തുകൊണ്ട് മാത്രം ഈ മായാവ് എന്ന് പറഞ്ഞൊരു കൃതി വർക്കാവില്ല. അത് ആ എഴുത്തിനെ അദ്ദേഹം അത് ഒരു ചിത്രീകരിച്ചൊരു രീതിയുണ്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അതായത് ഒരു മനുഷ്യൻ ഒരു മരിച്ച വീട്ടിലടുത്ത് നിന്ന് കാണുന്നു,
ആ കാഴ്ച അയാൾ വിറ്റ്നസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സിനിമ തന്നെ ഷൂട്ട് ചെയ്തത്. കൃത്യമായ ദർശനത്തോടു കൂടിയാണ് ലിജോ ആ സിനിമ ചെയ്തത്. അതുകൊണ്ടാണ് അത് അത്രയ്ക്ക് കൃത്യമായിട്ട് വന്നത്. എഴുത്ത് അതിൻ്റെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് അതിൽ പ്രകടമായിട്ട് വരുന്നത്. ഈ മലയാള സിനിമയുടെ ഒരു കുഴപ്പമായിട്ട്, ഒരു പോരായ്മയായിട്ട് സാറ് പലപ്പോഴും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു അതിവൈകാരികത, അതിനാടകീയത മലയാള സിനിമയുടെ ഒരു പോരായ്മയാണ്. ഇപ്പം പല വിദേശ സിനിമകളിലും ഇത്തരം നാടകീയതകളെ ഒഴിവാക്കിക്കൊണ്ട് സിനിമകൾ ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തരം അതിവൈകാരികതയ്ക്കും അതിനാടകീയതയ്ക്കും ഒക്കെ കീഴ്പ്പെടുന്നത് നമ്മുടെ സിനിമയെ മുന്നോട്ട് നയിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോരായ്മകൾ ഉണ്ടാക്കുന്നു എന്നൊരു അഭിപ്രായം. അപ്പം നാടകീയത തീർത്തും സിനിമയ്ക്ക് വേണ്ടെന്നാണോ സാർ പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് പക്ഷേ ഈ നാടകം സ്റ്റേജിൻ്റെ, അതായത് തിയേറ്ററിലുള്ള നാടകീയത അല്ല സിനിമയുടെ. അതിന് സിനിമയ്ക്ക് അല്ലെങ്കിൽ നാടകീയത ഇല്ലെങ്കിലും സിനിമ വർക്കാവുന്നു. അത് ഈ നാടകീയത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ നാടകീയമായ അംശങ്ങൾ കൊത്തിത്തിരികുന്നത്. ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വളർച്ചയുണ്ട് ഏതൊരാശയത്തിനും, ഏതൊരു വിത്തിനും മരമായി തീരാനായിട്ട് വളരെ നൈസർഗികമായിട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴി സ്വീകരിക്കാതെ മുന്നിലിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് അവരെ പിടിച്ചിരുത്താൻ വേണ്ടി കുത്തിച്ചെലുത്തുമ്പോഴാണ് നമ്മൾ അതിനാടകീയത, അതിയായ പലതും നമ്മൾ അതിപ്രസരങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഒരു നൈസർഗികതയ്ക്ക് ഒരിടം കെടുത്തുകൊണ്ട് ശ്രാവ്യ മാധ്യമമാണിത്, അതിൻ്റെ സൗന്ദര്യമാണിതിൽ വരേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ധ്യാന മനസ്സോടുകൂടി ഈ സിനിമ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കില്ല. മികച്ച സിനിമ നമുക്കുണ്ടാകും, സംശയമില്ല. കൊടിയേറ്റം ഉണ്ടായില്ലേ, എലിപ്പത്തായം ഉണ്ടായില്ലേ, ഇപ്പോൾ കൃഷ്ണേന്ദു കലേഷിൻ്റെ പ്രാപ്പട സംഭവിച്ചില്ലേ, അരവിന്ദൻ്റെ കാഞ്ചനസീത ഉണ്ടായില്ലേ. അങ്ങനെ മികച്ച സിനിമകൾ ഉണ്ടാകും, അത് യാതൊരു സംശയമില്ല. ഈ നമ്മളുടെ സിനിമ വന്നിട്ട് ഈ എന്താണ്, ഒരു ഭ്രാന്തിനെ അല്ലെങ്കിൽ മാഡ്നെസ്സിനെ, ഭ്രാന്തിൻ്റെ ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന പോലുള്ള രോഗാവസ്ഥകളുണ്ട്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു പിടിതരാത്തൊരു സാധനമാണ്. നമുക്കൊരു തരത്തിലും മനഃശാസ്ത്രജ്ഞർ പോലും, ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ പല സന്ദർഭങ്ങളിലും തനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അജ്ഞേയതയെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ അതിരൻ സിനിമയിലെത്തുമ്പോൾ അവിടെ എന്തായിരുന്നു അതിൻ്റെ ഒരു വിഷയ സമീപനം, അല്ലെങ്കിൽ കഥ മറ്റൊരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ള സൂചനകളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കഥയുടെ സൂചനയുമായി വന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തെ, ഇതൊരു കയ്യിൽ നിന്ന് വഴുതിപ്പോകാവുന്നൊരു വിഷയമാണല്ലോ, അതിനെ എങ്ങനെ സമീപിച്ചിട്ടുണ്ടാവണം? അത് എനിക്ക് ഒരുപാട് അവകാശവാദങ്ങൾ വയ്ക്കാൻ പറ്റാത്തൊരു സിനിമയാണിത് അതിരൻ്റെ. കാരണം ഇത് വിവേക് വർഗീസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് കഥയുമായിട്ട് വരുന്നത്. കഥ എഡ്ഗർ അലൻ പോയുടെ ഒരു മൂലകഥയിൽ നിന്ന് അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണത്. അതിൽ അദ്ദേഹം പറഞ്ഞ കഥ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അംശം ഭ്രാന്ത് എന്ന് പറഞ്ഞ എലിമെൻ്റാണ്. അല്ല, ഈ ഭ്രാന്തിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതൊരു ബോക്സ് ഓഫീസിൽ വിജയിക്കണം. സാറിൻ്റെ എന്ത് പരിപാടികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന ഒരു പടമായിരിക്കണം എന്ന് വിപണി വിജയം വേണം കൃത്യമായിട്ട് നിഷ്കർഷിച്ചു. പക്ഷേ എനിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട പലതും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. പക്ഷേ ഫൈനലി ആ സിനിമ വിജയിച്ചു. തിയേറ്ററിൽ വിജയമായിരുന്നു. അതെ, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അത് വൻ വിജയമായിരുന്നു ആ സിനിമ. തീർച്ചയായിട്ടും കുറേയൊക്കെ ധ്വനികൾ, ഈ മുഖ്യധാരാ സിനിമയുടെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കുറേ ധ്വനികൾ അവശേഷിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും എഴുത്തിൽ സാർ ഇടപെട്ടത് കൊണ്ട് കൂടി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ക്യാമറമാന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, എഡിറ്റർക്കുണ്ട് ഒരു കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എഴുത്തുകാരൻ തീർച്ചയായിട്ടും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. 2004 സാറിൻ്റെ കാണായ്മ എന്ന് പറയുന്ന നോവൽ പുറത്തു വരുന്നു അല്ലേ? 2024. ഇപ്പോൾ 2024, ഇപ്പോൾ 2 വർഷം മുമ്പ്, ഈ 2024 ഇത് പുറത്തു വരുമ്പോൾ, അപ്പോൾ നമ്മുടെ മുഖ്യധാരയിൽ നമ്മുടെ ഒരു വാർത്താ വായനക്കാരൻ, സാറ് പേര് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല, അദ്ദേഹം അപ്രത്യക്ഷനാവുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യമായ ഒരു സംഭവമുണ്ട്. അത്തരത്തിൽ നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില മനുഷ്യർ, നമ്മുടെ വളരെ സൗഹൃദത്തിൽ ചിരപരിചയത്തിലുള്ള ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. നമുക്ക് പിന്നെ അവരെ കാണാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ട്. അതിനെ ഒരു മാജിക്കൽ റിയലിസത്തിന്, ഒരു അതിഭൗതികതയുടെ ലെവലിലാണോ സമീപിച്ചിട്ടുള്ളത്? അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഇപ്പം നോവലിൻ്റെ വായനയുടെ ലെവൽ ഉണ്ട്, തീർച്ചയായും ബാലുവിൻ്റെ അന്വേഷണമുണ്ട്.
അന്വേഷണത്തിലെ കാണായ്മകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ സാർ അതിനെ കണ്ട സമീപനം നമ്മൾ വായനക്കാരൻ്റെ വായനയുടെ തരത്തിൽ അയാൾ രൂപപ്പെടുത്തുന്ന അർത്ഥത്തിൻ്റെ ലെവലുണ്ട്. പക്ഷെ എഴുത്തുകാരൻ എന്തായിരിക്കും കാണായ്മ എന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക? അതായത് കാണായ്മ എന്ന് പറഞ്ഞൊരു അനുഭവം മരണം പോലെയല്ല, ഇത് വളരെ തീവ്രമാണ്. മരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊരു എൻഡുണ്ട്. അതിൻ്റെ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫിനിഷ് ചെയ്യാം, ആ മനുഷ്യൻ്റെ കഥ നമുക്ക് അവസാനിപ്പിക്കാം, ആ ബോഡി സംസ്കരിക്കാം, അതോടെ എല്ലാം കഴിഞ്ഞു, അവളുടെ കഥ കഴിഞ്ഞു. കാണാതായ ഒരു മനുഷ്യൻ്റെ കഥ കഴിയുന്നില്ലെന്നേ, അത് എവിടെയോ തുടരുന്നുണ്ടത്. അത് എവിടെയാണ്, അത് കിട്ടുന്നവരെ നമുക്കത് ആ അന്വേഷണം തുടരാതെ പറ്റില്ല. അപ്പോൾ കാണായ്മ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കാളും ഭീതിതവും മരണത്തെക്കാളും ഗഹനമേറിയതും അതിൽ സങ്കീർണവുമായ ഒരു വലിയൊരു പസ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നോവൽ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കാണായ്മ, ഞാൻ അനുഭവിച്ച ഒരു പരിഭ്രാന്തി, എന്താ പറയുന്നത് എനിക്കറിയില്ല, ആ ഒരു ആംബിഗ്വിറ്റി, കാണായ്മയിലൊരു ആംബിഗ്വിറ്റി ഉണ്ട്, സന്നിഗ്ധതയുണ്ട്. ആ സന്നിഗ്ധത വായിക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ആഗ്രഹം എഴുത്തിലുടനീളം എനിക്കുണ്ടായിരുന്നു. അത് മൂഡ് നോക്കി ഇരുന്നേച്ചെങ്കിൽ ദസ്തേവ്സ്കി ഒറ്റ നോവലും എഴുതില്ലായിരുന്നു, കടം കയറി ആത്മഹത്യ ചെയ്തതിന്. നീ ഇപ്പോൾ അനുഭവിക്കണ പോലുള്ള സിറ്റുവേഷനിൽ ടോം വുൾഫ് എന്താ ചെയ്തതെന്നറിയാമോ? അരമണിക്കൂർ കുത്തിയിരുന്നങ്ങ് എഴുതി. എന്താണ് വേണ്ടതെന്ന് അറിയാനുള്ള എഴുത്തങ്ങനെ നീണ്ടപ്പോൾ അയാൾ ഒരു മൂഡിലെത്തി. അവിടുന്ന് അങ്ങോട്ട് കക്ഷി ശരിക്കുള്ള നോവലിലേക്ക് കയറി. ഇത് ഇപ്പോൾ എഴുത്തിൻ്റെ മേഖലയിലൊന്നും വ്യാപരിക്കുന്ന ഒരാളല്ല ഞാൻ, വല്ല അക്കാദമിക ലേഖനങ്ങളൊക്കെ വല്ല എഴുതി എങ്കിലേ ഉള്ളൂ. പക്ഷെ വല്ലാത്തൊരു പ്രചോദനമാണ് അത്തരത്തിൽ എഴുതാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു എഴുത്തുകൊണ്ട്. ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ പോലെ എഴുത്തിൻ്റെ മേഖലയിൽ അങ്ങനെ വ്യാപരിക്കാത്ത ആളുകൾക്ക് പോലും ഒരു പ്രചോദനം. എഴുത്തെന്ന് പറയുന്ന സാധനം മൂടുണ്ടായിട്ടും എല്ലാം റെഡിയായിട്ടും ശരിയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ എഴുതാനുള്ളൊരു പ്രേരണ എന്താണ്? അങ്ങനെ എവിടെയെങ്കിലും ഒരുപക്ഷെ എഴുത്തുകാരൻ്റെ തന്നെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞാണോ, അതോ? ഞാൻ പൊതുവേ ഈ വലിയ എഴുത്തുകാരുടെ പാരീസ് റിവ്യൂയിലും ഒക്കെ വരുന്ന അവരുടെ ഇൻ്റർവ്യൂസ് വായിക്കാറുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇവരെങ്ങനെ എഴുതുന്നത്, അവരുടെ ഒരു എഴുത്തിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. അപ്പോൾ ടോം വുൾഫിൻ്റെ കാര്യം നോവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണായ്മ എന്ന് പറഞ്ഞ നോവലിൽ നിന്നാണ് ആ ഭാഗം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൽ പറയാത്തതുണ്ട്, തോമസ് പിഞ്ചൻ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം മിക്കവാറും ഒരു ദിവസം രാവിലെ എഴുതാനിരിക്കുമ്പോഴൊന്നുമില്ല എഴുതാൻ. അദ്ദേഹം നേരെ ചുമരിനെ നോക്കി, ചുമരിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ചുമര് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ജനലിന് പുറത്ത് നിരത്തുണ്ട്, ആ നിരത്തിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. അതിലെ പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ആ നിരത്തിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ആ നിരത്തിനൊരു കഥയുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നോവൽ വളർന്നത്. അപ്പോൾ ഒരുപാട് എഴുത്തുകാർ ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ഒരു മനുഷ്യൻ പ്രചോദനം നോക്കിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹത്തായ നോവൽ ഉണ്ടാവില്ല, വാർ ആൻഡ് പീസ് ഉണ്ടാവില്ല, ഹൃദയ് കരമസവ് ഉണ്ടാവില്ല, മഹത്തായ കൃതികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പക്ഷേ ഒരു 8 വരി കവിത നമുക്ക് നല്ല പ്രചോദനത്തിൽ എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു നോവൽ അങ്ങനെ അല്ലല്ലോ. നോവലിന് ദിനം പ്രതി നമ്മൾ എത്രയോ മണിക്കൂറുകൾ അധ്വാനം നടത്തണം. അപ്പോൾ ആ അധ്വാനം മുഴുവൻ എഴുതി വരുമ്പോൾ പ്രചോദനം വരും. അത് സ്ഥാപിക്കാനാണ് എൻ്റെ ഒരു കഥാപാത്രം ഈ വാചകം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രചോദനം ആഗ്രഹിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എഴുത്ത് ദൈവനിവേശിതമാണെന്നും എന്താണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മളുടെ തന്നെ ഒരു ഇൻറ്റൻഷൻ, അത്ര ഒരു ആഗ്രഹം, ഇൻറ്റൻഷൻ എന്നുള്ള വാക്കുകൊണ്ടൊന്നും സൂചിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, അദമ്യമായ ഒരു പ്രേരണയോടുകൂടി ഇരിക്കുക, എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ചലച്ചിത്രകാരനായ മൈക്കിൾ ഹെനക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കലാസൃഷ്ടിയിൽ മുഴുകുകയാണെങ്കിൽ, ഒരു കലാകാരനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒബ്സസീവായിരിക്കുക എന്നുള്ളതാണ്. ആ കലയിൽ മുഴുകുക, അതല്ലാതെ വേറെ യാതൊരു വഴിയില്ല. ആ മുഴുകിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുകയുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണത്. ഈ ക്രിസ്തീയ സന്ദർഭങ്ങളിൽ നിന്നുള്ള പേരുകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ മാത്രമല്ല, കഥാപേരുകൾ, ഇപ്പോൾ ഇരുട്ടിലൊരു പുണ്യവാളൻ എന്ന് പറയുന്ന പേര് അങ്ങനെയുള്ള പേരുകൾ സ്വീകരിച്ചിട്ടുള്ള, ഇപ്പോൾ ഈമയവ് സിനിമയുടെ ഉദാഹരണമാണ്. അത്തരത്തിലുള്ള പേരുകൾ നിരവധിയുണ്ട്, സന്ദർഭങ്ങളുണ്ട്, ബൈബിൾ സ്വാധീനമുണ്ട്. ഇത് ഒരു മത സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ച. അങ്ങനല്ല. പക്ഷെ എന്താണ് അതിൻ്റെ എഴുത്തുകാരനെ അത്തരം സൂചകങ്ങളെ പ്രയോഗിക്കാൻ എഴുത്തുകാരനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്?
തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ വളരെ ജെന്യുവനായിട്ട് എഴുതുന്ന ഒരാൾക്ക് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി എഴുതാൻ സാധിക്കുള്ളൂ. ആ ഒരു വാചകം കൂടി കാണായ്മേലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഇത്രയും കാലം പുറമേക്ക് നോക്കിയാണ് ഞാൻ എഴുതിയത്, ഇനി ഉള്ളിലേക്ക് നോക്കിയാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് നല്ലൊരു എഴുത്തുകാരൻ ഉള്ളിലേക്ക് നോക്കിയാണ് എഴുതാൻ പറ്റുകയുള്ളൂ. കഫ്ക എഴുതിയത് മുഴുവൻ ഉള്ളിലേക്ക് നോക്കിയാണ്. എന്നാൽ മാത്രമേ ഒരു മഹത്തായ കൃതി ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പുറമേക്ക് നോക്കി എഴുതുന്ന ധാരാളം കൃതികൾ നമുക്കുണ്ട്. അത് പക്ഷേ അതിലെന്തോ ഒരു കുറവ്, നമുക്ക് ആത്മാവിൻ്റെ ഒരു കുറവുണ്ടാകും. ആത്മാംശമില്ലാത്ത മഹത്തായ കൃതി ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. ആ അർത്ഥത്തിൽ ഇപ്പോൾ ബഷീറൊക്കെ അല്ലേ, തീർച്ചയായിട്ടും ബഷീറൊക്കെ മലയാളത്തിൽ ഈ കാലത്തിലും വായിക്കപ്പെടുന്ന എഴുത്തുകാരനാകുന്നത് അതുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ബഷീറിൻ്റേത് മാത്രമായൊരു സാഹിത്യം എഴുതിയത്. അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യത്തെ അദ്ദേഹം ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. പുത്തനൊരു സാഹിത്യം പുള്ളിയുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. ഒ.വി. വിജയൻ അതുവരെ ഉണ്ടായിരുന്ന നോവൽ എഴുത്ത് രീതിയെ തന്നെ റദ്ദാക്കിയിട്ട് മറ്റൊരു എന്താണ് നോവൽ എന്ന് നമ്മളെ കാണിച്ചു തരിക ചെയ്തത്. അങ്ങനെ ഓരോ മികച്ച എഴുത്തുകാരും അതുവരെയുള്ള ഒരു സഞ്ചാരത്തെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു വഴിയിലൂടെ തിരിഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ തലമുറ ഒരുപക്ഷെ അവസാന ചോദ്യമായി വളരെ പ്രസക്തമായൊരു ചോദ്യം, ഇപ്പം ജെൻസി എന്ന് നമ്മൾ പറയുന്ന തലമുറ എഴുത്തിനോടും വായനയോടും ഒക്കെ മുഖം തിരിച്ചു നിൽക്കുന്നവരാണ്. 3 മിനിറ്റിൻ്റെ 30 സെക്കൻഡിൻ്റെ റീലിൽ 3-ാമത്തെ സെക്കൻഡിൽ മാറുന്നവരാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആ സമീപനത്തോടുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? ഇനി അവരുടെ ഭാവി എന്താണ്? ഈ വായനയ്ക്ക് ഭാവിയുണ്ടോ? എഴുത്തുകാർക്ക് ഭാവിയുണ്ടോ? പുസ്തകങ്ങൾക്ക് ഭാവിയുണ്ടോ? തീർച്ചയായിട്ടും വായനയ്ക്ക് ഭാവിയുണ്ട്, എഴുത്തുകാർക്ക് ഭാവിയുണ്ട്, പുസ്തകങ്ങൾക്കും ഭാവിയുണ്ട്. നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രാഥമിക ലക്ഷണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൂടടച്ച് വെടിവെച്ച് കളയും. ഈ ജെൻസി എന്ന് പറഞ്ഞ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ ഗംഭീരമായിട്ട് വായിക്കുന്ന 3-4 പേരെങ്കിലും എനിക്കറിയാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേറെ പേര് ഞാൻ കാണാത്തവരുണ്ട്. വായിക്കുന്ന ആളുകളുണ്ട്, യാതൊരു സംശയവുമില്ല. എനിക്ക് പ്രതീക്ഷയുണ്ട്. ജെൻസിയിലും ജെൻ ആൽഫയിലും എനിക്ക് പ്രതീക്ഷയുണ്ട്, യാതൊരു സംശയമില്ല. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എഴുത്തിനും എഴുത്തുകാർക്കും വായനയ്ക്കും ഒക്കെ ശുഭകരമായ ഒരു കാലം വരും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങയുടെ എഴുത്തിനും എല്ലാ ഭാവുകങ്ങളും നന്മയും നേരുന്നു. ഭാരതമാതാ മലയാള കുടുംബത്തിൻ്റെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്ന് ഞങ്ങളോട് സംസാരിക്കാൻ, ഒപ്പം തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങയുടെ മനസ്സ് തുറക്കാൻ, എഴുത്തനുഭവങ്ങൾ പറയാനൊക്കെ ശ്രമിച്ചതിൽ വലിയ സ്നേഹവും നന്ദിയും കടപ്പാടും ഭാരതമാതാ മലയാള കുടുംബത്തിനുണ്ട്. ഒത്തിരി നന്ദി. പ്രത്യേകം അങ്ങേക്ക് എല്ലാ സ്നേഹവും അറിയിക്കും. എനിക്കും വലിയൊരു സന്തോഷമുണ്ടത്. കാരണം ഞാൻ അറിയാതെ കുറേ കാര്യങ്ങൾ ഉള്ളു തുറന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ക്ലാസ് റൂമിൽ വെച്ചുള്ള സംസാരം അങ്ങനെ തന്നെയായിരുന്നു. വളരെ സന്തോഷം. നന്ദി.